ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട ക്രീമിൻ്റെ വീഡിയോ ഇല്ലേ, അതിൽ ധാരാളം ഡൗട്ടുകൾ പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു പേപ്പറിൽ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും. അത് ഏകദേശം 20ഓളം ചോദ്യങ്ങളുണ്ട്. ചോദിച്ച എല്ലാവർക്കും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും വേറെ ആർക്കെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഞാൻ കാണിച്ച ബ്രാൻഡ് ബദാം ഓയിൽ തന്നെ വേണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഏത് ആൽമണ്ട് ഓയിൽ, അതായത് ബദാം ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് എടുത്തത്. അത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇല്ല എങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പ്യുവർ ആൽമണ്ട് ഓയിൽ തരാൻ പറഞ്ഞാലും മതി. ഞാൻ ഡാബറിന്റെ പ്യുവർ ആൽമണ്ട് ഓയിലും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഹെയർ ഓയിൽ, ബജാജിന്റെ ബദാം ഓയിൽ ഹെയർ ഓയിൽ വരും. അത് യാതൊരു കാരണവശാലും യൂസ് ചെയ്യരുത്. അത് സ്കിൻ പർപ്പസിനുള്ളതല്ല. നിങ്ങൾ മേടിക്കുന്നതിന്റെ ഏത് ബ്രാൻഡ് ആയാലും ബോട്ടിലിൽ ചിലപ്പം എഴുതിയിട്ടുണ്ടായിരിക്കും പ്യുവർ ആൽമണ്ട് ഓയിൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ സ്കിൻ പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അടുത്തത്, ഓയിലി സ്കിൻകാർക്ക് യൂസ് ചെയ്യാമോ, ഡ്രൈ സ്കിൻകാർക്ക് യൂസ് ചെയ്യാമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും ഇത് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. ഞാൻ അതിൽ പറഞ്ഞിരുന്നു, ഡ്രൈ സ്കിൻ ആണെങ്കിൽ 1-2 തുള്ളി 2-3 തുള്ളി ആവണക്കെണ്ണ, അതായത് കാസ്റ്റർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്തവർ അത് യൂസ് ചെയ്യേണ്ട, അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമോ? ഇത് കോമൺ ആയിട്ട് വരേണ്ട ഒരു ചോദ്യം തന്നെ. അത് ഞാനതിൽ പറയാൻ വിട്ടുപോയി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട, നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാം, യാതൊരു കുഴപ്പവുമില്ല. സാധാ ക്രീം പോലെ തന്നെയാ. നമുക്ക്, ഞാൻ ഏകദേശം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു 1 വർഷത്തേക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാമോന്ന്. 1 വർഷത്തേക്കൊക്കെ നമുക്കൊരു 2 മിനിറ്റല്ലേ പോകുന്നുള്ളൂ ഇതുണ്ടാക്കാൻ. ഞാൻ 1 മാസം വരെ ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല. അപ്പോ 1 മാസം 2 മാസമൊക്കെ ഉണ്ടാക്കി വെച്ച് യൂസ് ചെയ്യാം. പിന്നെ ചോദിച്ചിരിക്കുന്നത്, കുട്ടികൾക്ക് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇതിൽ കുട്ടികൾക്ക് സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള യാതൊരു ഇൻഗ്രീഡിയൻസും ഇല്ല. എങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ആദ്യം ലേശം കയ്യിലോ കാലിലോ എങ്ങാണോ ഒന്ന് പുരട്ടി നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയേ. പിന്നെ അടുത്ത ചോദ്യം, ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകാമോ? തീർച്ചയായിട്ടും പോകാം. ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇത് യൂസ് ചെയ്തിരുന്നു. ഇത് ക്രീമായിട്ടും യൂസ് ചെയ്യാം, മോയ്സ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം. ഇത് 2 രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒത്തിരി സൂര്യപ്രകാശത്ത് പോകുന്നുവെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ലോഷൻ വേണം എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോ. പിന്നെ എനിക്ക് വന്നൊരു ചോദ്യം, കോമൺ ആയിട്ട് വന്നൊരു ചോദ്യം, അത് ഈ കറ്റാർവാഴയുടെ പൾപ്പുണ്ടല്ലോ, അതിനകത്തുള്ള ജെല്ല്, അത് ഈ ക്രീമല്ല, ഓൺലി കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അത് എത്ര മണിക്കൂർ വെക്കണം, എത്ര മിനിറ്റ് വെക്കണം? ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമോ? കാരണം ചേച്ചി തന്നെ നേരത്തെ ഇട്ടിരുന്നു ഫേസ് പാക്ക് ഒക്കെ ഇടുമ്പോൾ സംസാരിക്കരുതെന്ന്. ആദ്യത്തിന്റെ ഉത്തരം പറയാം. ഇത് കറ്റാർവാഴ ജെല്ല് കഴിഞ്ഞ് ഇത്ര മിനിറ്റ് കഴുകി കളയണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അത് മുഖത്ത് തന്നെ ഇരുന്നോട്ടെ, നോ പ്രോബ്ലം. അതല്ല, നിങ്ങൾക്ക് കഴുകി കളയണമെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞു. എല്ലാവർക്കും കറ്റാർവാഴയുടെ ഒറിജിനൽ പൾപ്പ്, അതായത് ഡയറക്റ്റ് നമ്മൾ ആ ചെടിയിൽ നിന്നും കട്ട് ചെയ്ത് കിട്ടുന്ന ജെല്ല് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ചിലർക്കത് ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട് അതൊന്ന് താഴ്ത്തി പിടിക്കണം. കാരണം അതിൽ ഒരു മഞ്ഞ ദ്രാവകം ഊറി വരും. അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ആകുമ്പോഴാണ് ചൊറിച്ചിൽ വരുന്നത്. ആ നല്ലപോലെ കഴുകിയെടുത്താലും മതി. അങ്ങനെ ചെയ്തിട്ടും നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ യാതൊരു കാരണവശാലും കറ്റാർവാഴയുടെ പൾപ്പ് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഇനി അടുത്ത ചോദ്യം, ഫേസ് പാക്ക് ഇതിട്ടിട്ട് സംസാരിക്കാമോ എന്നുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്, ചില ഫേസ് പാക്കുകൾ ഇടുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് ഡ്രൈ ആവും. ആ ഡ്രൈ ആയി കഴിഞ്ഞിട്ട്, ഉദാഹരണത്തിന് കടലമാവ്, പിന്നെ ചെറുപയർ പയറുപൊടി മിക്സ് ചെയ്തത്, പിന്നെ മുൾട്ടാനി മിട്ടി, ഇതൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സ്കിൻ വലിയുമ്പോൾ അത് ചുളിവുകൾ വരാൻ കാരണമാകും. അങ്ങനെയുള്ള ഫേസ് പാക്കുകൾ ഇടുമ്പോഴാണ് സംസാരിക്കരുതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു ചോദ്യം, ബിറ്റർ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാമോ? എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല കേട്ടോ. ഞാൻ നിങ്ങൾ പറഞ്ഞാണ് ഇങ്ങനെ ഒരു ആൽമണ്ട് ഓയിൽ ഉണ്ടെന്ന് അറിയുന്നത്. ബദാം ഓയിലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒലിവ് ഓയിൽ എടുക്കാം. എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ, അത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു ചോദ്യം വന്നത്, എത്ര നാൾ യൂസ് ചെയ്യണമെന്ന്.
ഈ ചോദിച്ചവരൊന്ന് ഓർക്കണം, ഇത് എന്തിന്റെ വീഡിയോയാണ് ഞാൻ ഇട്ടത്. കാരണം ഞാനൊരു ക്രീമാണ് ഇട്ടത്, അത് എന്തെങ്കിലും ഒരു മെഡിസിൻ ആയിട്ടല്ല ഇട്ടത്. നമ്മൾ സാധാരണ നമ്മുടെ ഫേസിൽ ഓരോ ക്രീമുകൾ ഇടില്ലേ, അതിന് പകരം ഇട്ടത്. ഇത് എത്ര നാൾ യൂസ് ചെയ്യണം, ഒരു ദിവസം മതിയോ 2 ദിവസം മതിയോ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നിങ്ങൾ ഈ അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ഫേസ് പാക്ക് മുഖത്തിട്ടാലും അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണം. ചിലപ്പോൾ ആഴ്ചയിൽ 2 3 ഒക്കെ ഇടുന്നവർക്ക് ക്രമേണ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 1 ആക്കാം, അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കാം, അങ്ങനെയൊക്കെ ഇടാം. നമ്മൾ ഈ കുളിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഹെയർ കെയർ ടിപ്പായാലും ഫേസിൽ എന്തെങ്കിലും ടിപ്പായാലും കൈകാലുകളിൽ എന്തെങ്കിലും ടിപ്പ് യൂസ് ചെയ്താലും ഈ സെയിം തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ വന്ന ചോദ്യം, അത് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു. ആലുവേര നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നത് വെള്ള കളറ്, പച്ച കളറ്. ഇപ്പൊ എനിക്കൊരു കമന്റ് വന്നായിരുന്നു റോസ് കളറിൽ കിട്ടിയെന്ന്, അതിനകത്ത് റോസ് കൂടെ ഇൻക്ലൂഡ് ആണെന്ന്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. വീണ്ടും പലരും അതിൽ ചോദിച്ചതാണ് ഫ്രഷ് ആലുവേര, അതായത് ചെടിയിൽ നിന്നും ഡയറക്റ്റ് എടുത്ത ആലുവേര യൂസ് ചെയ്യാമോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞത് അതാണ്. ഫ്രഷ് ആലുവേര എന്ന് ഉദ്ദേശിച്ചത് അതാ. അങ്ങനെയുള്ളത് ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും ദിവസം വെച്ചിട്ട് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ഒരു ചോദ്യം, ഈ ക്രീം യൂസ് ചെയ്തിട്ട് പൗഡർ ഇടാമോ? ഈ ക്രീം ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുഖത്ത് പൗഡർ ഇടുമോ? എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് എന്റെ മുഖത്ത് പൗഡർ ഇടാറില്ല. അതുപോലെ തന്നെ ക്രീം ഇട്ടിട്ടും അങ്ങനെ പൗഡർ ഇടുമോ എന്നും എനിക്കറിയില്ല. എന്റെ പൊതുവേ ഉള്ള അഭിപ്രായം ഈ ക്രീം ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ പൗഡർ ഇടണ്ട എന്നാണ്. പിന്നെ ചോദിച്ചത് ഫേസിൽ പുരട്ടാമോ? ഞാൻ ക്യാപ്ഷൻ തന്നെ എഴുതിയിട്ടുണ്ട്, ഫേസ് ആൻഡ് ഫുൾ ബോഡി ക്രീം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഫേസിൽ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ചില ചോദ്യങ്ങൾ വായിച്ചാൽ കരയണോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയാ. ഒരു ചോദ്യം, ഇത് തേച്ച് കഴിഞ്ഞിട്ട് എത്ര മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളയണം? ഞാൻ എന്തിന്റെ വീഡിയോയാ ഇട്ടേ? എന്നാലും ഫേസ് പാക്ക് ആണോ ഇട്ടേ? ഒരു ക്രീം അല്ലേ ഇട്ടത്, സാധാ നമ്മള് ഫേസിൽ യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇട്ടത്. അത് തേച്ചിട്ട് ആരെങ്കിലും കഴുകി കളയുമോ? പിന്നെ ഒരു ചോദ്യം, മോയിസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാമോ? മോയിസ്ചറൈസർ ആയിട്ടും യൂസ് ചെയ്യാം, ഒരു ക്രീമായിട്ടും യൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഇത്രയും സംശയങ്ങളാണ് ഈ വീഡിയോയിൽ വന്നത്. കുറച്ച് എന്റെ മിസ്റ്റേക്കും കൊണ്ടും പറ്റിയതാ, ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. പിന്നെ ഒരു ചോദ്യം കൂടെ വന്നു, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഫേസിലൊക്കെ? സാധാ ക്രീം പോലെ? അയ്യോ, സാധാ ക്രീം പോലെ തന്നെയാ. ലേശം ക്രീം എടുത്ത് മുഖത്തിടുക, മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുക, കയ്യിലൊക്കെ തേച്ച് പിടിപ്പിക്കുക, അത്രേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. അപ്പൊ ഒരുമാതിരി എല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ക്രീം വേണം. പിന്നെ ഒരാള് അതിനകത്ത് ഒത്തിരി കമന്റുകൾ വന്നു, ചേച്ചി പഴയ വീഡിയോ കണ്ടിട്ട് ഞങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ട്, അതിൽ പിന്നെ പുറത്തുനിന്ന് ഒരു ക്രീമും മേടിക്കുന്നില്ല, നല്ല റിസൾട്ട് കിട്ടുന്നതാണ്, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന് കുറേ പേര് അതിനകത്ത് പലരും അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ഒരാൾ ചെന്നിട്ട് എല്ലാവരോടും ആരൊക്കെ അങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടോ അവരോടെല്ലാം, നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടി, നിങ്ങൾ വെളുത്തോ, നിങ്ങൾക്ക് എന്തുവാണ് ഇതും കൊണ്ട് ഗുണം കിട്ടിയത്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ കറക്റ്റ് ഫുള്ള് കണ്ടിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിനൊരു മര്യാദയുണ്ട്. അല്ലാതെ ഈ ആറ്റവും മൂലം കണ്ടിട്ട് അതിൽ കമന്റ് ഇട്ടവരെടുത്ത് പോയി ചോദിച്ചിട്ട് അങ്ങനെയുള്ള ഒരു ജീവിതകാലം മൊത്തം ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. നിങ്ങൾ ചെയ്താലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ എന്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാ, ഒരു ടിപ്പ്, നിങ്ങളത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ സംശയത്തോടെ ചെയ്താൽ യാതൊരുവിധ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും സംശയം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.